വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കുകയുണ്ടായി അതിനെക്കുറിച്ചാണ്. 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരവും അതുപോലെ തന്നെ 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരം, രണ്ട് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മലയാള സിനിമകൾക്ക് ധാരാളം അവാർഡ് നേടിയിട്ടുണ്ട്. സഹനടൻ, അതുപോലെ തന്നെ സഹനടി, അതുപോലെ മികച്ച മലയാള ചിത്രം, മികച്ച എഡിറ്റർ, മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ, അങ്ങനെ കുറേയധികം മികച്ച ശബ്ദ രൂപകൽപ്പന, അതൊക്കെ മലയാളത്തിന് നേടി തന്നിട്ടുള്ള കുറച്ച് അവാർഡുകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ എന്താ പറയണേ 71ാമത്തെ അവാർഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. മികച്ച ചിത്രമായിട്ട് 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് 12th ഫെയിൽ എന്ന് പറയുന്ന ചിത്രമാണ്. മികച്ച ചിത്രം 12th ഫെയിൽ ആണ്. ഏതാണ് 12th ഫെയിൽ? അതിന്റെ സംവിധായകൻ വിധു വിനോദ് ചോപ്രയുടെ 12th ഫെയിൽ ആണ് മികച്ച ചിത്രം. അടുത്തത് രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നത് മികച്ച നടൻ ആരാണ്. മികച്ച നടൻ, രണ്ട് പേര് മികച്ച നടനുള്ള പുരസ്കാരം നേടുകയുണ്ടായി. ഒന്ന് ഷാറൂഖ് ഖാൻ ആണ്. അദ്ദേഹം ജവാൻ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടൻ എന്ന് പറയുന്ന പുരസ്കാരം ലഭിച്ചത്. അടുത്തത് രണ്ടാമത്തത് വിക്രാന്ത് മാസി എന്ന് പറയുന്ന വ്യക്തിയാണ്. വിക്രാന്ത് മാസി 12th ഫെയിൽ എന്ന് പറയുന്ന ചിത്രത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനായിട്ടുള്ള അവാർഡ് ലഭിക്കുന്നത്. അപ്പൊ മികച്ച നടനായിട്ട് മികച്ച നടൻ എന്ന് പറയുന്ന പദവി രണ്ട് പേരാണ് പങ്കിട്ടത്. മികച്ച നടൻ ഒന്ന് ഷാറൂഖ് ഖാനും അടുത്തത് വിക്രാന്ത് മാസിയുമാണ്. ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയും. ഷാറൂഖ് ഖാന് ജവാൻ എന്ന സിനിമയിലെ അഭിനയത്തിനും വിക്രാന്ത് മാസിക്ക് 12th ഫെയിൽ എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിനുമാണ്. അടുത്തത് മികച്ച നടിയായി തെരഞ്ഞെടുത്തത് ആരെയാണ്? മികച്ച നടിയായി തെരഞ്ഞെടുത്തത് റാണി മുഖർജിയെയാണ്. മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലാണ്. മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലെ അഭിനയത്തിന് റാണി മുഖർജിക്കാണ് മികച്ച നടിയായിട്ട് റാണി മുഖർജിയെ തെരഞ്ഞെടുത്തു. ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷാറൂഖ് ഖാൻ ആയാലും അതുപോലെ തന്നെ റാണി മുഖർജിക്കായാലും ആദ്യമായിട്ട് ദേശീയ തലത്തിൽ കിട്ടുന്ന അവാർഡാണ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുകയാണ് മികച്ച സംവിധായകൻ ആരാണ്? ആരാണ് മികച്ച സംവിധായകൻ? മികച്ച സംവിധായകന്റെ പേര് സുദീപ്തോ സെൻ എന്നാണ്. എന്താണ് സുദീപ്തോ സെൻ? മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. വളരെ വിവാദമൊക്കെ ഉണ്ടായ ഒരു സിനിമയാണ് കേരള സ്റ്റോറി. എങ്ങനെയായാലും നാഷണൽ അവാർഡ് നേടുകയുണ്ടായി. സുദീപ്തോ സെൻ എന്ന് പറയുന്ന സംവിധായകനാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനാണ് മികച്ച സംവിധായകൻ എന്ന് പറയുന്ന പദവി ലഭിച്ചത് കേട്ടോ. ഇനി അടുത്തത് ജനപ്രിയ സിനിമ. മികച്ച ജനപ്രിയ സിനിമ ഏതാണ്? മികച്ച ജനപ്രിയ സിനിമ ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റോക്കി ഓർ റാണി കി പ്രേം കഹാനി. റോക്കി ഓർ റാണി കി പ്രേം കഹാനി, അതാണ് മികച്ച ജനപ്രിയ സിനിമ. സംവിധാനം ചെയ്തത് കരൺ ജോഹർ ആണ്. അപ്പൊ കരൺ ജോഹർ സംവിധാനം ചെയ്ത റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ച ജനപ്രിയ സിനിമയ്ക്കുള്ള അവാർഡ് ദേശീയ തലത്തിൽ നേടുകയുണ്ടായി. ഇനി അടുത്തത് മികച്ച ഗായകൻ ആരാണ്? മികച്ച ഗായകൻ PVNS രോഹിത്താണ്. PVNS രോഹിത്താണ് മികച്ച ഗായകൻ. ചിത്രം ബേബി എന്ന ചിത്രം. അപ്പൊ ബേബി എന്ന ചിത്രത്തിലെ ഗാനത്തിന് PVNS രോഹിത്തിനാണ് മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് ജവാൻ എന്ന സിനിമയ്ക്ക് ശില്പ റാവുവിനാണ്. ജവാൻ എന്ന സിനിമയിലെ ഗാനത്തിന് ശില്പ റാവുവിന് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഇനി നമ്മൾ പഠിക്കാൻ പോണത് മലയാള ഭാഗത്തെ കുറിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞത് ഒന്നും കൂടിയും പറയാം നമുക്ക്. ഇപ്പോൾ പ്രഖ്യാപിച്ചത് 71ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡും 2023 ദേശീയ ചലച്ചിത്ര അവാർഡുമാണ്. മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് 12th ഫെയിൽ ആണ്. അതിന്റെ സംവിധായകൻ വിനോദ് ചോപ്രയാണ്. മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുത്തത് സുദീപ്തോ സെൻ ആണ്. ചിത്രം കേരള സ്റ്റോറിയാണ്. മികച്ച നടൻ ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ്. ഷാറൂഖ് ഖാന് ജവാൻ എന്ന സിനിമയ്ക്കും വിക്രാന്ത് മാസിക്ക് 12th ഫെയിൽ എന്ന സിനിമയ്ക്കുമാണ് അവാർഡ് നേടിക്കിട്ടിയത്. മികച്ച നടി റാണി മുഖർജിയാണ്. മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയുടെ അഭിനയത്തിനാണ്. മികച്ച ജനപ്രിയ സിനിമ റോക്കി ഓർ റാണി കി പ്രേം കഹാനിയാണ്. സംവിധായകൻ കരൺ ജോഹർ ആണ്. മികച്ച ഗായകൻ PVNS രോഹിതാണ്. ചിത്രം ബേബി. മികച്ച ഗായിക ശില്പ റാവു. ചിത്രം ജവാൻ.
ഇനി അടുത്തത് മലയാളത്തിലേക്ക് വരികയാണ്. മികച്ച മലയാള ചിത്രം ഏതാണ്? മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്. ഏതാണ്? ഉള്ളൊഴുക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്കിന് വേറൊരു അവാർഡും കൂടി നമ്മൾ ഇനി ഇവിടെ പറയും. അപ്പോ മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്കാണ്. സംവിധായകൻ ക്രിസ്റ്റോ ടോമിയാണ്. ശ്രദ്ധിക്കണം, സംവിധായകൻ ക്രിസ്റ്റോ ടോമി. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്, സംവിധായകൻ ക്രിസ്റ്റോ ടോമി. മികച്ച സഹനടൻ ആരാണ്? മികച്ച സഹനടൻ വിജയരാഘവൻ. ആരാണ് മികച്ച സഹനടൻ? മലയാളിയായ വിജയരാഘവനാണ്. പൂക്കാലം എന്ന സിനിമ. മികച്ച സഹനടൻ വിജയരാഘവൻ, പൂക്കാലം എന്ന സിനിമ. അപ്പൊ മലയാളിയായ വിജയരാഘവന്റെ ഒപ്പം തന്നെ തമിഴ് സിനിമയിലുള്ള മുത്തുപ്പേട്ടൈ സോമു ഭാസ്കർ എന്ന വ്യക്തി കൂടി സഹനടനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം പാർക്കിംഗ് എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുള്ള ഉണ്ടാവും പലരും അല്ലെ, നല്ല സിനിമയാണ്. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഈഗോ അതിനെ കാണിക്കുന്നതാണ് ആ സിനിമ. മികച്ച സഹനടനായിട്ട് അപ്പൊ വിജയരാഘവനെയും മുത്തുപ്പേട്ടൈ സോമു ഭാസ്കറിനെയും, വിജയരാഘവൻ പൂക്കാലം എന്ന സിനിമയിലും മുത്തുപ്പേട്ടൈ സോമു ഭാസ്കർ പാർക്കിംഗ് എന്ന തമിഴ് സിനിമയിലെയും അഭിനയത്തിനാണ്. ഇനി അടുത്തത് മികച്ച സഹനടി. മികച്ച സഹനടി ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശിക്ക്. മികച്ച സഹനടി ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശി. ഉർവശിയോടൊപ്പം തന്നെ ജാനകി ബോഡിവാലെ, ഒരു എന്താ പറയാ, വാഷ് എന്ന സിനിമ, വാഷ് എന്ന സിനിമയ്ക്ക്, ഗുജറാത്തി സിനിമയാണ്, വാഷ് എന്ന സിനിമയ്ക്ക് ജാനകി ബോഡിവാലെ ഓർത്തു വെക്കണം. അപ്പൊ ഉർവശിയോടൊപ്പം എന്താ പറയുന്നത്, 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ സഹനടി അവാർഡ് നേടിയ ഉർവശിയോടൊപ്പം നേടിയത് ആരെന്നൊക്കെ വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. ഉർവശിയോടൊപ്പം ആരാ? ഉർവശിക്ക് ഉള്ളൊഴുക്കിനും ജാനകി ബോഡിവാലയ്ക്ക് വാഷ് എന്ന ഗുജറാത്തി സിനിമയ്ക്കുമാണ് ലഭിച്ചത്. ഇനി അടുത്തത് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2018 എന്ന് പറയുന്ന സിനിമ ഉണ്ടായി അല്ലെ, ആ 2018 എന്ന് പറയുന്ന സിനിമയിലെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ 2018 എന്ന സിനിമയിലെ മോഹൻദാസിനാണ് ലഭിച്ചത്. മികച്ച എഡിറ്റർ പൂക്കാലം, വീണ്ടും പൂക്കാലം വരെയാണ്, നമ്മൾ വിജയരാഘവന്റെ പേര് പറഞ്ഞു അല്ലെ. മികച്ച എഡിറ്റർ മിഥുൻ മുരളി, പൂക്കാലം എന്ന സിനിമയ്ക്ക് മികച്ച എന്താ പറയുന്നത്, എഡിറ്റർ പൂക്കാലം എന്ന സിനിമയ്ക്ക് മിഥുൻ മുരളി. ഇനി അടുത്തത് പ്രത്യേക പരാമർശം, നോൺ ഫീച്ചർ ഫിലിമില് എന്താണ്, നെക്കൽ ക്രോണിക്കിൾ ഓഫ് ദി പാഡിമാൻ. നെക്കൽ ക്രോണിക്കിൾ ഓഫ് ദി പാഡിമാൻ പ്രത്യേക പരാമർശം ലഭിക്കുകയുണ്ടായി നോൺ ഫീച്ചർ ഫിലിമിൽ കേട്ടോ. അതുപോലെ മികച്ച ശബ്ദ രൂപകൽപ്പന, മികച്ച ശബ്ദ രൂപകൽപ്പന അതും നോൺ ഫീച്ചർ ആണ്. സച്ചിൻ സുധാകരൻ, ഹരിഹരൻ മുരളീധരൻ രണ്ടുപേരുണ്ട്. ആനിമൽ ആണ് ചിത്രം. മികച്ച ശബ്ദ രൂപകൽപ്പന, ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതി. മികച്ച ശബ്ദ രൂപകൽപ്പന നോൺ ഫീച്ചർ വിഭാഗത്തിൽ സച്ചിൻ സുധാകരനും ഹരിഹരൻ മുരളീധരനും. ചിത്രം ആനിമൽ ആണ്. അപ്പൊ മലയാളം നമുക്ക് ഒന്നുകൂടി പറഞ്ഞാലോ. മികച്ച മലയാള ചിത്രം സംവിധായകൻ ഉള്ളൊഴുക്ക്, എന്താ പറയാ, ഉള്ളൊഴുക്ക് എന്ന സിനിമയിലുള്ള സംവിധാനത്തിന് മികച്ച മലയാള ചിത്രം സംവിധായകൻ ആരാണ്? ക്രിസ്റ്റോ ടോമിയാണ്. ഒന്നും കൂടെ പറയാം, മികച്ച മലയാള ചലച്ചിത്രം ഉള്ളൊഴുക്കാണ്. അതിന്റെ സംവിധാനം ഒന്ന് ഓർത്തു വയ്ക്കുക, സംവിധായകൻ ക്രിസ്റ്റോ ടോമിയാണ്. മികച്ച സംവിധായകനുള്ള അവാർഡ് ആർക്കാ കിട്ടിയാണ്? സുദീപ്തോ സെന്നാണ്. ചിത്രം കേരള സ്റ്റോറിയാണ്. ഇനി മികച്ച സഹനടനായിട്ട് മലയാളി വിജയരാഘവനും അതുപോലെ തന്നെ തമിഴില് മുത്തുപ്പേട്ടൈ സോമു ഭാസ്കർക്കും കിട്ടി. മികച്ച സഹനടിയായിട്ട് ഉർവശിക്കും ഗുജറാത്തി സിനിമയിലെ ജാനകി ബോഡിവാലയ്ക്കും കിട്ടി. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ് ആണ് 2018 എന്ന സിനിമ. മികച്ച എഡിറ്റർ മിഥുൻ മുരളിയാണ് പൂക്കാലം. അതുപോലെ തന്നെ മികച്ച ശബ്ദ രൂപകൽപ്പന നോൺ ഫീച്ചർ വിഭാഗത്തില് സച്ചിൻ സുധാകരനും ഹരിഹരൻ മുരളീധരനുമാണ്. പ്രത്യേക പരാമർശം നോൺ ഫീച്ചർ വിഭാഗത്തില് എന്താണ്, നെക്കൽ ക്രോണിക്കിൾ ഓഫ് ദി പാഡിമാൻ. അപ്പൊ ഇത്രയാണ് മികച്ച ചിത്രത്തെക്കുറിച്ചും സംവിധായകനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ, 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ച് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ എഴുതി രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.